അങ്ങനെ ഗൈസ്, ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ കറക്റ്റ് സമയത്ത് നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ 5:20 അലാറം വെച്ച് കറക്റ്റ് ഞാൻ 5:20 തന്നെ എഴുന്നേറ്റ് കേട്ടോ. അലാറം വന്നത് നോക്കി അടിച്ചത് കേട്ട് തന്നെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ്. അങ്ങനെ ഇന്ന് നേരത്തെ ഞാൻ താഴെ വന്നു. അപ്പോൾ 5:30 ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ആൾ ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ വന്ന് വെയിറ്റ് ചെയ്തിട്ടും അവർ വന്നില്ല ഗൈസ്. അതായത് അവർ കറക്റ്റ് സമയത്ത് 5:30 വന്നില്ല. 5:30 ഞാൻ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ അവരുടെ വീട്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും താഴെ വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും റിക്സൺ നിൽക്കുന്ന എന്നെക്കകത്ത്. റിക്സൺ ഇന്നലെ രാത്രിയിൽ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മുടെ അപ്പുറത്തെ ബ്ലോക്കിൽ സുധീഷേൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങുന്നത് ക്യാമറയിൽ നോക്കിയിട്ട് എന്നാൽ ഇന്ന് ഇവളുടെ ഡ്രൈവിംഗ് ക്ലാസ് ഞാനും കൂടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് താഴത്തിറങ്ങി നിൽക്കുവാണ് ഈ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ ചെയ്തോളാം, ഞാൻ നമ്മുടെ വണ്ടിയിൽ സ്വന്തമായി ഓടിച്ച് ഞാൻ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇല്ല, എനിക്ക് കാണണം, നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് എന്നാൽ പിന്നെ കൊണ്ടുപോവാണ്. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഒരു പട്ടിക്കുട്ടനും ഉണ്ട്. ഇവൻ ഇവിടുത്തെ സ്ഥിരം ആളാണ്. ഇവിടെ രാത്രിയിലും വെളുപ്പിനെയും ഏതൊക്കെ വണ്ടി പോകുന്നുണ്ടോ ആ വണ്ടിയുടെ ഒപ്പം കുറച്ച് അവന്മാർ പോകും. കുറച്ച് അവന്മാരുണ്ട്, ഒരു 3-4 എണ്ണം. അവർ വണ്ടി രാത്രിയിലും പകലും വെളുപ്പിനെയും ഈ വഴി വിടാൻ സമ്മതിക്കുകയില്ല. പക്ഷെ നടന്നു പോകുന്ന ആൾക്കാരോട് വലിയ പ്രശ്നം കാണും. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്കി. അപ്പോൾ അവർ വന്നിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അവരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അവർ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ റിക്സൺ ചേട്ടൻ ഫോണിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി പോയപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോയത്. ഹെഡ്സെറ്റ് ചെവിയിൽ മൊബൈലിൽ നോക്കി മൊബൈലിൽ നോക്കിയാണ് പോയത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഫോൺ കിട്ടിയ റിക്സൺ ചേട്ടന് ഒരു രക്ഷയില്ല കേട്ടോ. ഫോണിൽ തന്നെയായിരിക്കും സ്ഥിരം നോട്ടം. പിന്നെ ഇത് ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന് നോക്കി നിൽക്കുകയാണ്, ഇവരെപ്പോൾ വരുമെന്ന്. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റായി. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഫ്ലാറ്റിൻ്റെയൊക്കെ പണികൾക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നതാണ്. ഇവർക്കുണ്ടല്ലോ ടോയ്ലറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ ഈ പറമ്പില്ലേ, ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ചും കൂടെ കാട് പിടിച്ചിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ വെളുപ്പിന് ഒരു 4 മണിക്ക് 3 മണിക്ക് മുന്നേ ആയിട്ടൊക്കെ ഒരു ചെറിയൊരു ബക്കറ്റൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് അവിടെയാണ് അവർ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ. ഞാനൊരു പ്രാവശ്യം പണ്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവർ ബക്കറ്റുമായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേസ്റ്റ് എന്തെങ്കിലും കളയാനായിരിക്കും. പിന്നെ റിക്സൺ ഞാനാണ് പറഞ്ഞത് എന്തിനാണ് ഇവർ പോകുന്നതെന്ന്. അങ്ങനെ ഇവിടെ പിന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പച്ചക്കറി വിൽക്കാൻ വേണ്ടി ഒരു ചേച്ചി വരും കേട്ടോ, വെളുപ്പിന് എല്ലാ ദിവസവും. അങ്ങനെ ഗൈസ്, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ആ ചേച്ചിനെ നോക്കിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ഈച്ച ശല്യമാണ്. ഈ പശു എപ്പോഴും